എലിപ്പട്ടി ഉണ്ടെങ്കിലും അക്ഷയപാത്രം ഉണ്ടെങ്കിലും കാര്യം നടക്കണമെങ്കിൽ നമ്മൾ തന്നെ വേണം. എന്തോ 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 അതങ്ങനെ താത്ത് വെച്ചോ. എത്രയെന്ന് പറ, ഇതിന്റെ എത്രയെന്ന് പറയാൻ. നാളെ പറയാം. നമ്മുടെ സാധനം നാളെ പണയണ്ട. ഇപ്പൊ എത്രയെന്ന് പറയാ, ഇത് വെച്ചോ, അതിനെ ബാക്കി നീ വെച്ചോ. എന്നാടി ലില്ലിയാൻ കൊടുക്കും. എടാ ഞാൻ എന്റെ പെങ്ങൾക്ക് മേടിച്ചാണ്, അതിന്റെ കണക്കൊന്നുമില്ല, എടുത്തോ നീ. പെങ്ങൾക്ക് ആങ്ങൾക്ക് അതൊന്നും ഇത് ആദ്യമായിട്ടാണല്ലോ ഇപ്പൊ പൈസ തന്നത്. അതെ, അവരുടെ നമ്മുടെ എല്ലാവരുടെയും സാധനം ഉണ്ട്. അല്ല അത് വേണ്ട. അതിപ്പോ അവന് തുക അറിയാൻ പറ്റുമല്ലോ. അത് അറിഞ്ഞിട്ട് ഈ പൈസ മേടിച്ചിട്ട് ഈ സാധനം ആ വീട്ടിലോട്ട് കയറ്റിയാൽ മതി. അല്ല പിന്നെന്തോന്നു, നിന്റെ ഔദാര്യം ഒന്നും വേണ്ട. ഒരു സാധനം തന്നിട്ട് പിന്നെ നാളെ വിളിച്ചു പറയാനല്ലേ. ഇവൻ പറയൂടി, ഇവൻ പറയും. ഇപ്പൊ തുടങ്ങി അവൻ പറഞ്ഞു കേട്ടില്ലേ ആദ്യം. അതെ ആയിക്കോട്ടെ. ഇപ്പൊ ഞാൻ പറയാണ്, ഈ സാധനത്തിന്റെ പൈസ മേടിച്ചിട്ട് ഈ സാധനം എന്റെ വീട്ടിലോട്ട് കയറും, അത്രേ ഉള്ളൂ. ചേച്ചി എങ്ങും കൊണ്ടുപോണില്ല. ഇതാ ഇവിടെ ഇരിക്കണം. ഇത് പൈസ മേടിക്കണമെങ്കിൽ ഇത് എടുക്കാം, ഇല്ലെങ്കിൽ വേണ്ട. എടുക്കരുത്. എടുത്തില്ല, ഇത് ഇവിടെ ഇരിക്കും. ഞങ്ങൾക്ക് വേണ്ട. ഇതിന്റെ കണക്ക് പറയാം. എന്താ എത്ര ബുദ്ധിമുട്ട്. എനിക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങണം. നാളെ വിളിച്ചു പറയും, ഇതിന്റെ കണക്ക് പറയും. നീ പോയി മേടിച്ചെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടായിരുന്നു. ഇതിപ്പോ ഇവൻ മേടിച്ചുകൊണ്ടിട്ട് ഇപ്പൊ അവന്റെ ഔദാര്യം പോലെയായി. ഇനി അവൻ നാളെ കണക്ക് വിളിച്ച് രാത്രി ഞാൻ എന്തെങ്കിലും കഴിച്ചോളാം. അവിടെ ഗോതമ്പുണ്ടല്ലോ, എനിക്ക് അത് മതി. ഗോതമ്പിൽ നീ ഗോതമ്പ് പുട്ടുണ്ടാക്കുക, അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കുക, അല്ലെങ്കിൽ നീ ഗോതമ്പിൽ ഇഡ്ഡലി ഉണ്ടാക്കുക. നീ എന്തൊരു പുല്ലെങ്കിലും ഉണ്ടാക്കും. ആരെ പറ്റിച്ച് കുറച്ച് പൈസ നീ സംസാരിക്കരുത് കേട്ടോ. അതുകൊണ്ട് തന്നെ പറഞ്ഞു, നീ ഇതെല്ലാം പറയും. വേണമെങ്കിൽ എന്നാ പൈസ അതാ ഇതിവിടെ ഈ സാധനം ഈ വീട്ടിൽ കയറ്റിയുണ്ടല്ലോ. എന്റെ വിധം മാറും. പ്രശ്നം ഉണ്ടടി, ഉണ്ട്. ഇവൻ കുറെ നാളായി എന്നെ ഇങ്ങനെ അങ്ങോട്ട് എന്നിട്ട് ചതച്ചരച്ചോണ്ടിരിക്കണോ. കണക്ക് പറഞ്ഞു